ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോഴേ ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും വന്ന് വീഡിയോ ഇട്ടിട്ട് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കോതമംഗലത്ത് പള്ളിപ്പെരുന്നാളായിരുന്നു. ഭയങ്കര ആഘോഷമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 3-ാം തീയതിയാണ്. 2-ാം തീയതി ആയിരുന്നു ഇവിടുത്തെ ഭയങ്കര വലിയ ആഘോഷം. പക്ഷെ അന്ന് നമുക്ക് ആ ഭാഗത്തോട്ടേ അടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് അവളെയും കൂടെ കുത്തിക്കയറ്റി നമ്മൾ എന്തായാലും ഈ ഒരു തിരക്കിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. അതെ, ഇപ്പം നമ്മുടെ ആ ഭാഗത്തു നിന്ന് തന്നെ റോഡിൽ നന്നായിട്ട് തിരക്കായിരുന്നു. ഈ കാൽനട തീർത്ഥയാത്ര അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ ഒരു പള്ളിപ്പെരുന്നാളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വഴിനീളെ ഈ കടകളും കാര്യങ്ങളും ബലൂണുകളും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തുമ്പോഴും നമുക്ക് ബ്ലോക്കാണ്, നിർത്തി പോകും. അപ്പോൾ ഈ നിർത്തുന്ന സമയത്ത് അവൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. എങ്ങനെയൊക്കെയോ ആണ് ബൈക്കിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയേക്കുന്നത് അവളെ. അങ്ങനെ ഇത് എഴഞ്ഞെഴഞ്ഞ് നമ്മളിതാ പള്ളീൻ്റെ അവിടെ എത്താനായി. സിറ്റി ഫുള്ള് ലൈറ്റ് ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. എല്ലാ കടകളിലും ഇങ്ങനെ എന്താ പറയുക ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് സിറ്റി ഫുള്ള് ഉണർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടു. ശരിക്കും അത് സൂം ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ബ്ലോക്കും ഉണ്ട്, എന്നാൽ നമുക്ക് വണ്ടി പോകുന്ന ആ ഒരു ഗ്യാപ്പുമാണ്. അപ്പോൾ എല്ലാവരും ആ ചേട്ടൻ കളിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചൊക്കെ പോവാണ്. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരൊക്കെ പള്ളിയിലോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്ക് കയറി ഒരു മെഴുകുതിരിയൊക്കെ വാങ്ങി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അതൊക്കെ ഒന്ന് കത്തിച്ചതിന് ശേഷം നമുക്ക് പിന്നെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പർച്ചേസിങ് ഒന്നുമില്ല. കുഞ്ഞുവിന് 2-3 കളിപ്പാട്ടങ്ങൾ വാങ്ങണം, എനിക്ക് 1-2 കമ്മൽ വാങ്ങണം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പർച്ചേസിങ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴേ പർച്ചേസിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ ഇല്ലെന്നൊക്കെ ഉള്ളത് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വീണ് കിടക്കുമ്പോഴത്തേക്കേ നമ്മളെ കുത്താൻ വേണ്ടിയിട്ട് ചുറ്റിനും ഒത്തിരി പേരുണ്ടാവും. എന്നാൽ നമ്മൾ അതിൽ നിന്ന് ഉയർന്ന് വരുമ്പോഴത്തേക്കും ആ ചുറ്റിനുള്ളവർ തന്നെ നമ്മളെ വീണ്ടും ആ ഒരു കുഴിയിലോട്ട് തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇത് ഞാൻ പറയാം, ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും ശരിയാവണമെന്നില്ല. എൻ്റെ കാര്യത്തിൽ ഇത് 100% ശരിയാണ്. കാരണം ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ കുത്തി നോവിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ എൻ്റെ ചുറ്റിനും ഉണ്ട്. എന്തിനു പറയുന്നു, എൻ്റെ ഫാമിലിയിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ കുത്തി പറയാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡെയിലി ഇങ്ങനെ വിളിച്ച് നീ അങ്ങനെ ആയില്ലല്ലോ, നീ ഇങ്ങനെ ആയില്ലല്ലോ, നിൻ്റെ ജീവിതം അങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാണോ എനിക്ക് ചിലവിന് തരുന്നത്? ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? അല്ലല്ലോ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഫാമിലി അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ഇവരെൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്തിട്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് പോകുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് എൻ്റെ സോഷ്യൽ മീഡിയാസിലൊക്കെ വന്നിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇടുന്ന വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ നോക്കി നിരീക്ഷിച്ചിട്ട് എന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം വിളിക്കുന്ന കുറേ കുടുംബക്കാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കുടുംബക്കാരുണ്ടോ ഇല്ലേ എന്നൊക്കെ എനിക്ക് പറയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മാത്രമാണോ ഇങ്ങനെ അനുഭവിക്കുന്നത്, അതോ നിങ്ങളിലുള്ള ആരെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, എനിക്കത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കാണെങ്കിലോ ഈ പ്രഷറൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചുറ്റിനും വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ ഇവരുടെ ഒരു വ്യൂവിൽ ഞാൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ലൈഫാണ്, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇവരെ ആരെ ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. ഇന്ന് വരെ ഒരാളെ കുറിച്ച് ഞാൻ ഒരു മോശവും പറഞ്ഞ് ഒരു സ്ഥലത്തും പോയിട്ട് പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ അവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അയ്യോ നിങ്ങളിത് ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് എത്രത്തോളം പ്രഷർ ഉണ്ടാകും. നമ്മളിപ്പോൾ ഇന്ന് മാത്രമല്ല ചോദിക്കുന്നത്, ഒരു 10
ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? അതേ കാര്യം തന്നെയാണ് ഇവർ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി പോകും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു വ്യൂവിൽ ഇവർക്ക് എപ്പോഴും നമ്മളിങ്ങനെ വന്ന് ഉപദേശിക്കണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് നമ്മളെ ഒന്ന് സഹായിക്കണം. ഇവരുടെ സിമ്പതി വാക്കുകളൊക്കെ നമ്മളിൽ ഇങ്ങനെ എന്താ പറയുക അടിച്ചേൽപ്പിക്കണം. അപ്പം നമ്മളിങ്ങനെ അയ്യോ ഇവരുണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ, നമ്മുടെ ആ ഒരു ഡൗൺ സ്റ്റേജിൽ ഇവരാണല്ലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമേ അല്ല. എന്നെ സിമ്പതിയോടുകൂടി നോക്കുന്ന ആൾക്കാരെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യമാണ് അവരുടെ അടുത്ത് തോന്നുന്നത്. അല്ലാതെ അയ്യോ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലി നമ്മൾ ഇൻസ്പിറേഷൻ തരാനാണ് നോക്കേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ഡൗൺ ആക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്, ഇവർ ഉപദേശിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ അങ്ങ് നല്ലതായിട്ട് ജീവിക്കും എന്നുള്ളത് വെറുതെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണോ നിൽക്കേണ്ടത് ആ ഒരു രീതിയിൽ മാത്രമേ നിൽക്കാറുള്ളൂ. ആരെങ്കിലും എന്നെ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, രണ്ടാമത്തെ കാര്യം ഞാനത് ചെവിക്കൊള്ളാറേ ഇല്ല. ഈ ചെവി കൂടെ കേട്ട് കഴിഞ്ഞ് മറ്റേ ചെവി കൂടി എടുത്തങ്ങ് കളയും, അത്രേ ഉള്ളൂ ഞാൻ. പിന്നെ ഇതിനിടയ്ക്ക് നല്ലത് പറയുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്, അവരൊക്കെ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരെ കണ്ണടച്ചിട്ട് ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക, ഒരു കാര്യത്തിലും ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ആരെങ്കിലും കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും. കാരണം നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ, അന്നും ഇന്നും നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. ആരും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരും കൊണ്ടൊന്നും തരില്ല. അതുകൊണ്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താ പറയുക പഠിച്ചൊരു കാര്യമാണ്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇത്രയും ചെറിയ ജീവിതം മാത്രമേ നീ ജീവിച്ചുള്ളൂ എന്നിട്ട് ഇത്ര വലിയ വലിയ കാര്യങ്ങളൊക്കെ നീ പറയുന്നുണ്ടല്ലോ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് നമുക്ക് കുടുംബക്കാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് ലൈക്ക് വൺ ആകണം, എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ നമുക്കൊരു നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പക്ഷെ ആ ധാരണകളൊക്കെ പാടെ മാറി എന്താ പറയുക ആരും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലോട്ട് ഞാൻ ഇപ്പം എത്തി നിൽക്കുകയാണ്. ഇതൊക്കെ എന്താ പറയുക ഞാൻ മനസ്സിലാക്കിയത് ഞാനൊന്ന് ഡൗൺ ആയി നിന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെയും ട്രസ്റ്റ് ചെയ്യണ്ട എന്നുള്ളത്. അപ്പോൾ അതേ പറഞ്ഞ് നമ്മളിത് ആ പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ പള്ളിപ്പെരുന്നാളിൽ നിന്ന് വേറെ ഏതൊക്കെയോ സംസാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ദേ മെഴുകുതിരിയൊക്കെ വാങ്ങി കത്തിച്ച് കുറേ നേരം അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ്. ഫസ്റ്റ് കമ്മലൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ ഈ മഹാമേള നടക്കുന്നത് പിന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ മഹാമേളയുടെ ആ സംഭവത്തിലൊക്കെ കയറിയപ്പോഴത്തേക്കും ഒത്തിരി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കിച്ചണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ബുച്ചർ നൈഫാണ്. അത് ഏട്ടനായാലും അത് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതുവരെ നമുക്ക് നല്ലൊരു ബുച്ചർ നൈഫ് ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളവിടെ ഇങ്ങനെ നോക്കിയൊക്കെ നടന്നിട്ട് ഈ ഒരു എന്താ ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടു. നമ്മൾ ഈ ലിക്വിഡൊക്കെ ഒഴിച്ചു വെക്കുന്ന ഒരു സാധനം, അതും വാങ്ങി. പിന്നെ ഒരു ബ്രഷ്, ഓയിൽ ബ്രഷും വാങ്ങി. നേരെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കിഡ്സിൻ്റെ സെക്ഷൻ കണ്ട്. പിന്നെ കുഞ്ഞു അവിടെ നിന്ന് വിടുവോ, അവൾക്ക് കയറാൻ പറ്റാത്ത സാധനങ്ങളിൽ വരെ അവൾക്ക് കയറണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഇവൾക്ക് 2 വയസ്സായതുകൊണ്ട് ഇവളെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കരച്ചിലായി. എങ്ങനെയൊക്കെയോ ഈ ഒരു സംഭവത്തിൽ അവളെ പിന്നെ പിടിച്ച് കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് മറ്റേ റോളർ കോസ്റ്ററിൽ കയറണമെന്നായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അതിൻ്റെ അകത്തും വലിച്ചു കയറ്റി ഏട്ടനും കൂടെ പോയി ഇരുന്ന് അങ്ങനെ അവളുടെ സന്തോഷത്തിന് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബേബി, സീ യു.